സൗണ്ട് കേൾക്കുന്ന പൈസ കൊടുത്ത് വണ്ടി ആരോ പിറകെ സംസാരിക്കുന്നത് കേക്കാം. എടാ എല്ലാം കേക്കാം ഇവിടെ. ഹലോ ആ ബ്രോ നിങ്ങളല്ലേ റെഫറൻസ് നിങ്ങളല്ലേ? ബ്രോയില് ചെറിയ സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ അതിന്റെ സംസാരിക്കാൻ വന്നേ. എടാ വല്യമോനെ ഒന്ന് സംസാരിച്ചാണ് കറക്റ്റ് സിറ്റുവേഷൻ പറ. ഇതില് വൈകിട്ട് സുരുമ മറ്റേ റിപ്പയറിന്റെ അവിടെ മറ്റേ മൂലക്ക് പോയി നിൽക്കുന്ന ടൈമില്ലേ നിങ്ങളുടെ കൂടെയുള്ള ഏതൊരുത്ത വന്ന് ഇടിച്ച് മൂലക്ക് എന്ന് വെച്ചാൽ ഹെലി ആരും ഇടിക്കാണ്ടിരിക്കാൻ ടൈമില് അവിടെ കൊണ്ട് ഇട്ടേക്കായിരുന്നു. സോറി പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞ് അതിന് നിങ്ങളുടെ കൂടെ ഏതൊരുത്ത റേഡിയോയിൽ പറഞ്ഞു അത് അവൻ ഇരിക്കട്ടെ, അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തോ സംസാരിക്കായി, പിന്നെ സർവർ അടിച്ചു പോയി, പിന്നെ നിങ്ങൾ ആരും കണ്ടില്ല. അതാരായിരുന്നു പറഞ്ഞു? സോറി അല്ല, റേഡിയോയിൽ പറഞ്ഞു. ആരാ? കുഴപ്പമില്ല, അവർക്ക് ഒരു ഇടി ഇരിക്കട്ടെ അങ്ങനെ എന്തോ പറഞ്ഞു. ആരാണത്? നമ്മുടെ റേഡിയോ പറഞ്ഞാണ്. അതല്ല അത് കേട്ട് അത് നമ്മൾ കേട്ട് നമ്മുടെ കൂടുതൽ ഒരു ബാക്കിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബാക്കിൽ. അത് നിങ്ങൾ നമ്മളെ റേഡിയോ അല്ലേ പറഞ്ഞ നമ്മളെ റേഡിയോ പറഞ്ഞ നമുക്ക് നമ്മളെ റേഡിയോയിൽ സംസാരിച്ചൂടെ? ബ്രോടെ റേഡിയോയില് ബ്രോ റേഡിയോ ചെക്കിട്ട് ഞാൻ ബ്രോ എവിടെയെങ്കിലും ഒരാളെ തെറി പറഞ്ഞാൽ ബ്രോയ്ക്ക് ഇഷ്ടപ്പെടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു, റേഡിയോയിൽ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറഞ്ഞാലും അത് നമ്മളെ റേഡിയോ പറഞ്ഞാലും തെറി നമ്മളെ തന്നെയല്ലേ പറയുന്നത്, അത് മാറത്തില്ലല്ലോ ബ്രോ. അതാണ് ചോദിച്ചാൽ. തെറി വിളിച്ചെന്നല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണെന്നല്ലേ പറഞ്ഞത്. പറഞ്ഞതാ പറഞ്ഞത്. ഇപ്പം അവനൊരു ഇടി ഇടിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇപ്പൊ റേഡിയോയിൽ പറഞ്ഞാലും അപ്പൊ അതെന്താണെന്നാണ് ചോദിച്ചത്. പിന്നെ സോറി പറഞ്ഞതിൽ എന്ത് പോയിന്റ് ഉണ്ട് ബ്രോ? മനസ്സിലൊന്നും വെച്ചിട്ട് പുറത്ത് വേറെ കാണിക്കുന്നില്ലല്ലേ ഇത്? പറഞ്ഞതാരാണ്? നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ വന്നിട്ടുണ്ട്, പറയൂ. അല്ല അത് സംസാരിച്ച ആരാണെന്ന് പേരൊന്ന് പറയാം, പേരൊന്ന് പറയാൻ. ഞാൻ ആ സിറ്റുവേഷൻ ഉണ്ടായില്ല, അതിപ്പം ചോദിച്ചിട്ട് പറഞ്ഞേ, കുഴപ്പമില്ല. അറിയാനാണ് ആരാണ്. നമ്മള് നമ്മളെ ഗാങ്ങുള്ള ആളാണോ ബ്രോ? നിങ്ങളിപ്പോ പറഞ്ഞായിരുന്നു പറഞ്ഞില്ലേ, അതെങ്ങനെ അറിയാം? ആര് പറഞ്ഞു? റേഡിയോ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്, അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? ആ പുള്ളി. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എടാ ഈ ഇവരെ കൂട്ടത്തില് തുണിയിട്ടാനാര്? അതാണ് മറ്റേ ഗിയോ ബഡാസ്, മറ്റേവനില്ലേ വന്ന് ചുമ്മാ അല്ല അങ്ങ്. എനിക്ക് മനസ്സിലായി. അതല്ല ഇനി വല്ലതും പറയണേ സോറി തന്നെ, ഇനി വല്ലതും പറയണേ സോറിയാണ്. ട്രിക്കിയുടെ ഒരു ചുമന്ന രൂപം നോക്ക്. ഇല്ല ഒരു കാര്യം പറയട്ടെ അതിനുശേഷം. ഇത്ര നേരമായിട്ട് അവർക്ക് അത് പറഞ്ഞായിരുന്നു ഇതുവരെ ഇവർക്ക് ചോദിച്ചിട്ട് പറയുന്നില്ലേ? ഒരാൾ ഇറങ്ങിപ്പോയാ? പറഞ്ഞ ആളില്ല എന്നാണോ പറഞ്ഞത്? പറഞ്ഞ ആളില്ലേ ബ്രോ? ഞാനാണ് പറഞ്ഞത്. പേരെന്താ? എന്റെ പേര് മിത്രനെ? അല്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ജൂഡാ? മിസ്റ്റർ സിയൂസ്. ഓക്കെ ബ്രോ അങ്ങനെ ഇപ്പൊ സോറി പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം എന്തിനാണ് ബ്രോ? അപ്പൊ നിങ്ങൾ സോറി പറയുന്നതിൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ. അത് അതിന്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന് ഇടിച്ചു എന്നല്ലേ ബ്രോ? അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടിച്ചാണോ അല്ലേന്ന് അറിയത്തില്ല ബ്രോ. ബിക്കോസ് വന്ന് പിറ്റിയത് ഞാനല്ല. അപ്പൊ ആര് വന്ന് പിറ്റിയത്? നിന്റെ കൂടെ ഉള്ളവർ തന്നെയല്ലേ? എന്റെ കൂടെ ഉള്ള ഒരുത്താണ്, പക്ഷെ വന്ന് പിറ്റിയത് ഞാനല്ല. റേഡിയോയിൽ ഒരു സംഭവം എന്താടാ പറയണേ? എന്താ നീ പറയണേ? ഞാൻ റേഡിയോയിൽ എന്താന്ന് വെച്ചാ പറയാം. അപ്പൊ പിന്നെ അത് തന്നെ. ആ ശരിയാ, ശരക്കണം പറഞ്ഞ ശരിയോ? മറ്റേ തീട്ടങ്ങളെ വെറുതെ എന്തിനാ തീട്ടം പറ്റിയ കൈ നമുക്ക് വേറെ അല്ല, തീട്ടം പറ്റിയതാണെന്ന് പറഞ്ഞാണ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട് ബ്രോ. നമ്മൾ അത് കഴിഞ്ഞാൽ നമുക്ക് നിന്റെ സിറ്റുവേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിന്റെ സിറ്റുവേഷനെ പറ്റി നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നീ വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് കൂടെ ഉള്ളവൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നിന്റെ അല്ല സോറി പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് തിരിഞ്ഞു നിന്നിട്ട്
ഓ കണ്ണെടുത്തൊന്ന് പേടിപ്പിക്കുന്നു ഇവിടെ അവന്മാര് കണ്ണെടുത്ത നോക്കിക്കോട്ടാ നമ്മള് ചത്ത കഴിഞ്ഞ RVC ആണ്. ഇല്ല അവന്മാര് കണ്ണെടുക്കണമെങ്കിൽ കണ്ണെടുത്ത തിരിച്ചും കണ്ണെടുത്ത് വെച്ചിരുന്നു മതി. അമ്മമാര് കണ്ണെടുക്കണമെങ്കിൽ കണ്ണെടുത്ത് തന്നെ വെച്ചാൽ മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഇത്രയ്ക്ക് കണ്ണെടുക്കാൻ മുട്ടിക്കുന്ന ആർക്കും കാണണമല്ലേ. അല്ല അമ്മാരെ കണ്ണെടുത്തല്ലേ എന്തിനാ വലിയത് കാണിക്കാൻ പോയല്ലേ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ നിന്നാ പോരെ. വണ്ടി എടുത്ത് പോകാനായിട്ട് അവന്മാര് പേടിച്ചു. അവന്മാര് നമ്മള് കണ്ടെടുത്ത് അവന്മാരൊക്കെ പോകണം. 2 മണി ഫെയർ ഇട്ടിട്ടാ ഇപ്പളെ ഇവന്മാരെ എടുത്തിട്ട് അടിക്കുക. ഓച്ചനകത്ത് കയറിക്കുന്നുണ്ടാവും. അടിക്കട്ടോ അവർക്കെല്ലാം അടിക്കാൻ മുട്ടിക്കണം. അടിക്കട്ടെ. വണ്ടി പോയിട്ട് ഒരു ഇടി അങ്ങോട്ട് വിടണം. അവൻ അടിക്കോ നോക്കാം. വണ്ടി പോയിട്ട് ഒരു ഇടി വിടും. അവൻ അടിക്കോ നോക്കാം. 2 മണി ഫെയർ ഇട്ടിട്ടാ ഇപ്പളെ ഇവന്മാരെ എടുത്തിട്ട് അടിക്കുക. ഓച്ചനകത്ത് കയറിക്കുന്നുണ്ടാവും. അടിക്കട്ടോ അവന്മാരടിക്കാൻ നോക്കാം. അവർക്കെല്ലാം അടിക്കാൻ മുട്ടിക്കണം. അടിക്കട്ടെ. എടാ വണ്ടി പോയിട്ട് ഒരു ഇടി അങ്ങോട്ട് വിടണം. അവൻ അടിക്കോ നോക്കാം. വണ്ടി പോയിട്ട് ഒരു ഇടി കൊടുക്കും. അവൻ അടിക്കോ നോക്കാം. വണ്ടി എടുക്കട്ടെ. വേറെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലാണ് കണ്ണൊക്കെ എടുക്കുന്ന കേട്ടോ. വേറെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ണെടുക്കുന്നു. പ്രശ്നം തന്നെ. സാവേജ് ഇങ്ങോട്ടൊന്ന് അവനെ വണ്ടിക്കിട്ട് ചവിട്ടിട്ട് പോയാട്ടാ. ഒരു ഇടി കൂടെ ഇടിച്ചു പിടിച്ചോ. എടാ സാവേജ് എനിക്ക് ഇതെടുത്ത് ഹൈനെടുത്ത് ഞാനത് കവർ ചോട്ടാ. വണ്ടി ആവശ്യമുണ്ട്. എടാ ഞാൻ അവിടെ പറ്റുന്നവരൊക്കെ ഇവിടെ വരാൻ പറ്റും. ബുള്ളറ്റ് എവിടെ നീ അണ്ണ ഞാൻ ഒരു കാര്യം പറയട്ടെ. അണ്ണ സരക്കണ്ണ അവിടെ ഞാനൊരു കാർണേജ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഇട്ട് തന്നെ ഇവന്മാരെ അടിക്കുക. മാസ്ക് ഇട്ട നിങ്ങൾ റേഡിയോ പറഞ്ഞെന്ന് പറഞ്ഞവൻ അവനാണോ അടിച്ചത്? അവിടെ ഇങ്ങോട്ട് വന്നോ. അവന്മാർക്ക് വിട്ടാ ഇവിടുന്ന് വിട്ടവന്മാര്. എനിക്കവനെ ഇടിക്കണം. അവനെന്റെ വണ്ടി അല്ല എനിക്കവനെ ഇടിക്കണം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല കേട്ടാ. അണ്ണ ഞാൻ ഇടിച്ചു ഇവന്മാരെ വണ്ടി കളത്തി കയറ്റാൻ പോട്ടെ. ഇവിടെ കേട്ടോ. വരട്ടെ പിടിക്കാം. കണ്ട അടിതാരെന്നൊക്കെ തമിഴില് അവിടെ അമ്മ മറ്റേ അമ്മ കണ്ട അടിതാൻ അടിതാ. ഫോണൊക്കെ വിളിച്ചോണ്ടിരിക്കുന്ന എവിടെ ഇരുന്ന്. ഹലോ ബ്രോ കേക്കാം. ഓ പറയടാ. ഹലോ ബ്രോ പിറ്റീന്ന് എന്തിനാലോ പിറ്റിയാണോ? നമുക്കൊരു സുഖം നിന്റെ വണ്ടിയിൽ ഇടിക്കുമ്പോ എന്ത് പറ്റി? ഹലോ കേക്കണില്ല. അത് കഴിഞ്ഞിട്ട് നോക്കാം. വണ്ടി ഫയർ ചെയ്യും ചിലപ്പോ എടുത്തിട്ട് ഇതാക്കും. നിനക്കെന്താ? നിനക്ക് വല്ല പ്രശ്നം ഉണ്ടാ? പോടാ. എനിക്കല്ല നിനക്കൊന്നും വിവരമില്ലേടാ. ഇല്ലടാ. പഠിപ്പിച്ചാരോ നീ? പഠിപ്പിച്ചാടാ. ഇത് സൈസ് ആണോ? നീ ഒരു മൊണ്ണയാണല്ലോ അളിയാ. എനിക്ക് ഗാരേജ് പോലും അല്ലടാ ഇത്. പൊട്ടാ ഗണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. പോടാ മൊണ്ണ. എനിക്ക് വല്ല
പടക്കം പൊട്ടിക്കാനാണ് എന്തൊരു കണ്ടി അളിയ ഗണ്ണ് വെച്ചിട്ട് കണ്ടി തരാൻ പറഞ്ഞൊരു കണ്ടി. എടാ നീ ഏതാ ഇനി കണ്ടി? എടാ പോടാ കണ്ടി, എടാ പോടാ കണ്ടി, ബ്രോ ഗണ്ണ് തൂക്കിയിട്ട് ഇറക്കാൻ വെച്ചിരിക്കണോ നീ? ഗണ്ണ് തൂക്കിയിട്ട് വെക്കാൻ വെച്ചു വണ്ടി കിക്കായി മയിരി ഓമ്പി ചേട്ടാ. അടിക്കാണ്ണ ഇല്ലെങ്കിൽ ഇപ്പൊ മറ്റേ വാമ്പേഴ്സ് അടിക്കണ്ണ നമുക്ക് അടിക്കാം. അണ്ണ അടിക്കാ അണ്ണ ഇല്ലെങ്കിൽ എടാ ഒരു വണ്ടി ഈ പോച്ചലിടാ. ആണ് ഈ പോച്ചലിട, ആ പോച്ചലിട, ഈ പോച്ചലിട ഒരു വണ്ടി. ഹലോ 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 വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി വരുവോടാ? അങ്ങനെയാണെങ്കിൽ അവരത് കഴിഞ്ഞിട്ട് സിറ്റിന്ന് ഇറങ്ങരുത്, അതൊന്നും പറഞ്ഞേക്കൂറോ ബ്രോ. അതല്ലാണ്ട് നമുക്ക് അല്ലെങ്കിൽ ഇവര് എപ്പോഴായിട്ടാ സിറ്റുവേഷൻ വാമ്പേഴ്സ് ആയിട്ട് ഇപ്പോഴല്ല, അതല്ല ഇല്ല വിവി ആയിട്ടാണ് അവർക്ക് ആക്ച്വലി വാറ്. വാമ്പേഴ്സ് ഇത് വേറെ സിറ്റുവേഷൻ ആയെന്ന് പറയുമോ? വിവി ആയിട്ടോ? വിവി ആയിട്ട് ഇന്നലെ എങ്ങാണ്ടാണ്, ഇന്നലത്തെ വാറാണത്. ഇന്ന് അതിന് വേണ്ടിട്ട് വാറ് കഴിയുമ്പോ ഇവര് സിറ്റിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെയാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് സിറ്റുവേഷൻ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അവന്മാര് വന്നിരുന്നത് താങ്ങി പറയുന്ന ആരോടോ? അല്ല 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 അല്ല, അത് വാമ്പയറിന്റെ അടുത്ത് പറയണതാണ്. സർവീസ് വാമ്പയറിന്റെ അടുത്ത് പറയണതാണ്. ഇപ്പൊ അങ്ങ് പൊട്ടിച്ചാലും വരെ അണ്ണ അഡ്മി വന്നിട്ട് ലീവ് ചെയ്യുന്ന പറഞ്ഞു. അവര് BNB ആയിട്ട് വാറിലാണ്. BB ആയിട്ട് വാറ് അടിക്കാൻ പോവാന്ന് അഡ്മിൻസ് ഇവന്മാര് RVS. അപ്പൊ ഈ വാമ്പേഴ്സ് ആര്? വന്നിട്ട് പറഞ്ഞ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടില്ല, വെടിവെക്കാം വെടിവെച്ചോട്ടെ. നിന്റെ അടുത്ത് വല്ലതും പറയണേ വെടിവെക്കാൻ നിന്റെ അടുത്ത് 10 വട്ടം പറഞ്ഞല്ലോ. നിന്റെ അടുത്ത് എന്തെങ്കിലും പോയി അടിപൊളിക്ക് പറയാണെങ്കിൽ അത് അവന്മാരല്ലേ വീണ്ടും ഫ്ലഫി പോയി അടിപൊളിക്ക്. ബാക്കി നമ്മൾ നോക്കിക്കോളാം. അല്ലേ സാവേജ് നീ പോയി അടിപൊളി. എനിക്ക് വയ്യ അടിച്ചു നീ അത് പറഞ്ഞ് പേടിക്കണ്ട. നിങ്ങക്ക് വേണവന്മാരെ സംസാരിച്ചു ലോക്കിനെ പിടിക്കാൻ നമ്മള് 6 മണി ശേഷം. 6 മണിയല്ലേ? 6 മണി അതിന് മുമ്പ് വണ്ടി ലോക്ക് ചെയ്യാൻ നമുക്ക് വേണം, ബാക്കി നിങ്ങൾ എടുത്തോ. അല്ല വെയിറ്റ്, നമുക്ക് ഒന്നിട്ട് ലോക്കിനെ മാത്രം നിങ്ങൾ എടുത്തോണ്ടോ? കാര്യം കഴിഞ്ഞില്ലേ? അത് ഓക്കെ. നമ്മൾക്കൊല്ല, നിങ്ങൾ ലോക്കിനെ ഹോസ്റ്റേജാക്കി കൊണ്ടോ? ഓക്കെ അന്ന വാമ്പേഴ്സ് ആയിട്ട് ഒരു ഡീലിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാമ്പേഴ്സ് നേരത്തില്ല, ഒരു ഡീല് സെറ്റ് ചെയ്തു. നമ്മൾ കൊന്നിട്ട് ലോക്കിനെ മാത്രം അവന്മാര് കൊടുത്താൽ മതി. അവന്റെ അടുത്ത് ക്രൈസ്റ്റ് വന്നാ വെച്ചാൽ അവര് പൊട്ടി വരും. എല്ലാവർക്കും ലോക്കിനെ മതി. പൊട്ടിച്ചാലിറങ്ങി അടിക്കാൻ ഒരു റീസൺ കിട്ടണല്ലോ, അതാണ് അടിക്കാൻ പറ്റാത്തത്. കൊണച്ചില്ലേ അതിനെ അടിക്കാന്നത്. സത്യം പറഞ്ഞു അടിച്ചോ, നമ്മളടിക്കാൻ പോട്ടെ. അടിക്കാൻ പോ. അടിക്കണ്ടേ? എടാ വണ്ടി കയറണ്ട ഫ്ലഫി. ഹലോ ബ്രോ. ബ്രോ ഭയങ്കര കഷ്ടപ്പാടാണ്. 50 ലക്ഷം അടിച്ച ആരടിച്ചാ?
ഒരു തവണ ഇവിടെ അടിക്കാവോ? ആ ലോക്കിനെ ഡൗൺ ആക്കിയിട്ടുണ്ട് കേട്ടാ. ബാക്കിലാ ഞാൻ മണ്ടേന്ന് അടി തുടങ്ങിയേ. ഡീലോഡാവത്തില്ലടാ. അയ്യോ ലാഗ്, എന്തൊരു ലാഗ് അടിക്കുന്നു. മുട്ടൻ ലാഗട്ടെ ഇവിടെ, എനിക്ക് വേറെ വഴിയില്ല. ഒരുത്തന്നെ എടുത്ത്